സാർ, ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുമ്പോൾ ചൊറിച്ചിൽ മുഴുവൻ കേരളത്തിലാണ്. ഇതിപ്പോൾ അവസാനിച്ചിട്ട് അത് തുടരുകയാണ്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് സിന്ധു സൂര്യകുമാറിന്റെ ഭാഗത്താണ്. അവർ ഈ കുംഭമേളയെ പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സാക്ഷരതാ കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ കുംഭമേളയ്ക്ക് ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് അവരുടെ പരാതി. പക്ഷെ ആ പരാതി പരിഹരിക്കാനായി തന്നെ രാജീവ് ചന്ദ്രശേഖർ, ചാനലിന്റെ ഉടമ തന്നെ, ഇവർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതായത് ഈ ചന്ദ്രബിംബത്തെ കാണുമ്പോൾ നായ്ക്കൾ കുരയ്ക്കും. ചന്ദ്രബിംബത്തിന് അതിനെന്തെങ്കിലും ഇളക്കമോ ഭ്രംശമോ സംഭവിക്കാറുണ്ടോ? ഒന്നുമില്ല, അതതിനെ അവഗണിക്കും എന്ന് പറയുന്ന പോലെ ഈ സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ധാരാളം ആളുകൾ, നരികളും കുറുനരികളും നായ്ക്കളും ഒക്കെ ഓരിയിടുന്നുണ്ട്. ഇതിനെയൊക്കെ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നുള്ളത്, ഇവർക്ക് വെറുതെ പബ്ലിസിറ്റി, അത് നെഗറ്റീവാണെങ്കിലും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സനാതന സംസ്കാരം. ഈ സിന്ധു സൂര്യകുമാർ ആ ചാനലിൽ ഇത് പറഞ്ഞിട്ടും CITU നേതാവ് ഇളമരം കരീമിൻ്റെ ഗുണ്ടകൾ ഏഷ്യാനെറ്റിലേക്ക് മാർച്ച് ചെയ്തതുപോലെ ഒരു ഹിന്ദുവും പോവാതിരുന്നതുണ്ടല്ലോ, അതാണ് സനാതന സംസ്കാരം. അതിൻ്റെ ബലത്തിലാണ് ഇതുപോലുള്ള യുക്തിക്കണ്ണികൾ ഈ നാട്ടിലിരുന്നു കൊണ്ട് ഈ പരാന്ന ജീവികൾ ഹിന്ദുമതത്തിനെതിരെ ഗോഗ്വ വിളിക്കുന്നതും ചന്ദ്രഹാസം ഇളക്കുന്നതും ജിഹാദ് വിളിക്കുന്നതും. അപ്പോൾ വിളിക്കുമ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത് ഏതൊരു സംസ്കാരം കൊണ്ടാണോ, ഏതൊരു ധർമ്മം കൊണ്ടാണോ, ആ ധർമ്മത്തിനെയാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മഹത്വം അതുതന്നെയാണ്. പക്ഷേ ഇവിടെ വികാരമേറ്റ മുറിപ്പെട്ട ഹൃദയവുമായി, ചോരയൊലിക്കുന്ന ഹൃദയവുമായി സിന്ധു സൂര്യകുമാറിന് ഒക്കെ ഒന്ന് ജോലി ചെയ്യാനും ഇവർക്കൊക്കെ പബ്ലിസിറ്റി കിട്ടാനും ഇടയ്ക്കാക്കിയ ഈ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഉടമയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ വളരെ റീസണബിളായിട്ട് പ്രതികരിക്കുന്ന, BJPക്കെതിരെ ആ ചാനലിൽ ആക്രോശങ്ങളുണ്ടായപ്പോഴും BJPക്കാരെ ആ ചാനൽ മനഃപൂർവ്വം അവഗണിക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതിരുന്ന വളരെ പ്രൊഫഷണലായിട്ടുള്ള ബിസിനസ്മാനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇത് തള്ളിക്കളയാനാവാത്ത ഒന്നാണെന്ന് ആരുടെയും പ്രേരണ കൊണ്ടല്ല. അദ്ദേഹം BJPയുടെ ഒരു ഭാഗമല്ലിപ്പോൾ, കേന്ദ്രമന്ത്രിസഭയിൽ അംഗവുമല്ല. പക്ഷേ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബം വരെ പങ്കെടുത്തിട്ടുണ്ട്. കുടുംബം, എത്രയോ പേരുടെ കുടുംബം, എത്രയോ സായിപ്പന്മാരുടെ കുടുംബം, എത്രയോ വികാരി അച്ഛന്മാരുടെ, എത്രയോ ബിഷപ്പുമാരുടെ കുടുംബം, ലോകമാകെ നിന്ന് 67 കോടി പേര്. ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിലാണ് ഈ കേരളത്തിലെ നമ്പർ 1 എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. മനോരമയെക്കാളിലും മാതൃഭൂമിയെക്കാളിലും ഉയരെയാണ് അവരുടെ ഗ്രാഫെന്നും പറയുന്നു. സത്യമാണോ എന്നറിയാൻ വയ്യ. മനോരമ പത്രം തന്നെ അതിൻ്റെ സർക്കുലേഷൻ കൂടുതൽ കാണിക്കാൻ വേണ്ടി കൂടുതൽ കോപ്പികൾ അടിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ വ്യാജമാണോ എന്നറിയില്ല. ക്വാളിറ്റി കൊണ്ട് അത്ര ഉയരത്തിലെത്തേണ്ട ഒരു നിലവാരവും കാണുന്നില്ല. കാരണം സിന്ധു സൂര്യകുമാറിനെ കുറിച്ച് പോലെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രം കവർ സ്റ്റോറി പോലുള്ള പരിപാടികൾ നടത്തുന്ന തരികടകളാണ് അതിനകത്ത് കൂടുതലുള്ളത്. വളരെ വ്യക്തമായിട്ട് പറയും. അല്ലെ, അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മതത്തോട് മാത്രം ഈ അത് പറഞ്ഞു തരാം. അത് വളരെ എളുപ്പമല്ലേ പറയാൻ. നോക്കൂ ശ്രീജിത്തെ, കാട്ടിനകത്തുള്ള പുലികൾ നല്ല ദംഷ്ട്രകളോടുകൂടി പൂർണ്ണ ആരോഗ്യത്തിലിരിക്കുമ്പോൾ കാട്ടിന് വെളിയിലേക്ക് ഇറങ്ങി വരാറില്ല. അത് മാനിനെയോ ഒക്കെ പിടിച്ചിട്ട് തിന്നും. എന്തിനേയും ആക്രമിക്കാനുള്ള കരുത്ത് അതിനുണ്ട്. അത് സിംഹമായാലും സടകൊഴിഞ്ഞ് പല്ലുകളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഇര പിടിക്കാനുള്ള ആ ശൗര്യം അതിന് നഷ്ടപ്പെടും, ആരോഗ്യവും നഷ്ടപ്പെടും, ദുർബലന്മാരായിത്തീരും, അല്ലെങ്കിൽ ദുർബലകളായിത്തീരും. ദുർബലന്മാരായി കഴിയുമ്പോൾ കാടിന് വെളിയിലേക്ക് ഇറങ്ങും. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാർഗറ്റ് മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങളുമാണ്, സോഫ്റ്റ് ടാർഗറ്റുകളാണ്. എന്തെന്ന് യാതൊരു വിധമായിട്ടുള്ള പ്രതിരോധങ്ങളും അവരുണ്ടാക്കില്ല. ഈസി ആയിട്ട് പിടിച്ചുകൊണ്ട് ചാപ്പിടാം. വളരെ സോഫ്റ്റായിട്ടുള്ള മാംസം ചാപ്പിടാം. പല്ലിന് പോലും വളരെ വ്യായാമം ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളിപ്പോൾ ഹജ്ജിനെ കുറിച്ച് സിദ്ധ സൂര്യകുമാർ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോകുന്ന എത്രയോ പേർക്കാണ് പകർച്ചവ്യാധികൾ പിടിപെട്ട് വന്നിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ ഈ ലോകത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയാവാൻ പോകുന്നത് അടുത്ത പാൻഡമിക്കുമായിട്ട് വരാൻ പോകുന്ന ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഏവിയൻ ഫ്ലൂ ആണ്. കാരണം ഈ ലോക സഞ്ചാരം, ലോകത്ത് ആളുകൾ തീർത്ഥാടനം പോലെ, മറ്റാവശ്യങ്ങൾക്ക് ടൂറ് പോലെ, ഉല്ലാസയാത്ര പോലെ ഇങ്ങനെ പോകുമ്പോൾ ഇനി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉടനെ തന്നെ വരാൻ പോകുന്നത് മനുഷ്യൻ പേടിച്ചിരിക്കേണ്ട ഒന്നാണ് ഏവിയൻ ഫ്ലൂ. അത് ലോകം മുഴുവൻ പരത്താൻ വ്യാപകമാക്കാൻ പര്യാപ്തമാകുന്നത് ഇതുപോലുള്ള ലോകാന്തര രാജ്യാന്തര തീർത്ഥാടനങ്ങളാണ്. പലർക്കും പല അസുഖങ്ങളും വന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്.
അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭക്തി കൊണ്ട് ആൾക്കാർ അവിടെ പോകുന്നത്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആളുകൾ ഭരിച്ചിട്ടില്ലേ? ഇവിടെ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഉരിയാടിയിട്ടുണ്ടോ? സിന്ധു സൂര്യകുമാറിന് ധൈര്യമുണ്ടോ ഇപ്പോഴും പറയാൻ? സത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ധൈര്യമുണ്ടോ? അപ്പോൾ ഇത് വഴിയരികിലെ ഒരു ചെണ്ട, ഇതിൽ കൊട്ടിയാൽ നല്ല ശബ്ദം കേൾക്കും, എനിക്ക് ആളാകാം എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. പാവപ്പെട്ട ഒരുത്തം വഴിയൂടെ പോയാൽ അവനെ 2 ഗുമ്മാൻ വളരെ എളുപ്പമാണ്. ശക്തിമാനായ ഒരുത്തം പോയാൽ, ഗുസ്തിക്കാരനായ ഒരുത്തം പോയാൽ കണ്ണു മടച്ചുകൊണ്ട് പോകും. ഇത് പാവപ്പെട്ടവനാകുമ്പോൾ അവനിട്ട് 2 ചവിട്ടും കൊടുത്ത് തനിക്ക് ഹീറോ ആകാം എന്നുള്ള മനഃശാസ്ത്രമാണ് ഈ സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ആളുകളെ ഭരിക്കുന്നത്. അല്ല, ഇതിനെന്തെങ്കിലും കാമ്പുണ്ടോ? ഇവരാരാണ്? ഇത് അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ലോകോത്തരയായ ഒരു ആങ്കറാണെന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുക. ഈ ക്യാമറ ഐറിസ് തുറന്നാൽ ഈ സാക്ഷരതയും കുംഭമേളയും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയല്ല താരതമ്യം ചെയ്യും. വിവരം അത്രയ്ക്കേ ഉള്ളൂ. ഇതുമായിട്ട് താരതമ്യം, ഇറ്റ് ഈസ് എ ഫാർ ഫെച്ച്ഡ് കൺസീറ്റ് ആണത്. ആ സാക്ഷരത ഇതുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷരത ഉണ്ടെങ്കിൽ ഇത് പോവില്ലെന്നാണോ അവർ ധരിച്ചിരിക്കുന്നത്? എത്രയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവിടെ പോകുന്നത് എന്ന്. അല്ല, ഇവരാ പ്രസ്താവന കേൾക്കുമ്പോൾ, ആ പ്രോഗ്രാം കാണുമ്പോൾ വിദ്യാഭ്യാസമുള്ള ആരും അങ്ങോട്ട് പോകില്ല എന്നാൽ അവർ ധരിച്ച് വശായിരിക്കുകയാണ്. കൂപമണ്ഡൂകങ്ങളായിട്ട് അവരുടെ വിചാരം കമ്മ്യൂണിസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്ത എന്ന് ഇപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന റിപ്വാൻ വിങ്കിളാണ് അവരെ. പഴയ കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ്. നമ്മുടെ ഈ ചാനലുകളിലെല്ലാം ദൗർഭാഗ്യവശാൽ വന്നിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. പണ്ടെന്തോ SFIക്ക് കൊടിയും പിടിച്ചു നടന്ന് അർത്ഥസാക്ഷരത നേടിയ, വിദ്യാഭ്യാസമോ വിവരമോ ഒട്ടും നേടാത്ത കുറേ ആൾക്കാർ. ഇനി ഹിന്ദു സനാതന ധർമ്മത്തെ ഇങ്ങനെ തെറിവിളിച്ചതിന്റെ ഫലമായി നമ്മുടെ വീണ ജോർജ് മന്ത്രിയായതുപോലെ ചിലപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ ചിലപ്പോൾ സിന്ധുവും കാണുമായിരിക്കും. കുന്തമാണ് ഇവർക്ക് തന്നെ. ഒരു വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അവതാരകയായിരുന്നു. അവർ ഓർത്തഡോക്സ് സഭയിലെ പെട്ടതുകൊണ്ടാണ് അവർക്ക് ഈ ചാൻസ് കിട്ടിയത്. ആ താല്പര്യം വെച്ചിട്ടാ. അല്ലാതെ സിന്ധു അല്ല, ആ പ്രതീക്ഷ കാണുമല്ലോ, ഒരു സഹപ്രവർത്തക മന്ത്രിയായി. അപ്പോൾ എനിക്ക് ആഗ്രഹം കാണില്ലേ? എനിക്കറിയാം, ഗതികേടെന്നേ പറയാനുള്ളൂ. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരും. ഇങ്ങനെയുള്ള അത്ഭുതം, ജോൺ ബ്രിട്ടാസ് MP ആയി വന്നില്ലേ, അതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുക. അവരുടെ താല്പര്യം ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ, കുംഭമേള നിക്ഷേപിക്കുന്നു. അവിടെ ചൈനയിൽ കടൽത്തീര ഉണ്ടാക്കുമ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യയിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുകയാണെന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് സഹിക്കുന്നില്ല. കാരണം ഇതൊരു ഹിന്ദു ഐക്യത്തിൻ്റെ വേദിയാകുമോ എന്നുള്ള സംശയവും ഭയവും. അത് തന്നെയാണ് പ്രശ്നം. ജാതി കാർഡ് വെച്ച് കളിക്കാൻ, ജാതി സെൻസസ് വേണമെന്ന് വെച്ച് കളിക്കാൻ നോക്കി. നരേന്ദ്രമോദിയുടെ അധികാരങ്ങൾ ഓരോന്നായിട്ട് കവർന്നെടുക്കാം. ജാതി സെൻസസ് വരുമ്പോൾ BJP പൊളിക്കുക, പഴുതിലൂടെ തങ്ങൾക്ക് കയറാം എന്നുള്ള വിചാരം കൊണ്ട് ഇപ്പോൾ വേറെ കളിക്കുകയാണ്. കട്ടിങ് ദി സൗത്ത് എന്നുള്ള പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പറയുന്ന ഒരു പ്രധാന വാദം, സ്റ്റാലിനുമൊക്കെ പറയുന്ന ഒരു പ്രധാന വാദം, തമിഴ്നാട്ടിലെ മര്യാദയ്ക്ക് ജനസംഖ്യ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് ഉത്തരേന്ത്യക്ക് കൂടുന്നു. അതിന് സമാനമായിട്ട് ഞങ്ങൾക്ക് വേണം. എങ്കിൽ കേരളത്തിൽ മലപ്പുറത്ത് MLA-മാരുടെ എണ്ണം കൂടിയല്ലോ. ആ കൂടിയതിന് സമാനമായിട്ട് ഇന്ത്യയുടെ നിർദ്ദേശവും പൊതുജന താല്പര്യവും പരിഗണിച്ച് 0 പോപ്പുലേഷനിലേക്ക് വളർന്ന പത്തനംതിട്ട ജില്ലയിൽ, മലപ്പുറം ജില്ലയിലുള്ള അത്രയും സീറ്റുകൾ കൊടുക്കണം അസംബ്ലിക്ക്. എന്തുകൊണ്ട് പത്തനംതിട്ടക്കാർ അത് ആവശ്യപ്പെടണം? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിച്ചു. അപ്പോൾ ജനസംഖ്യ കൂട്ടാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാർക്ക് നിങ്ങൾ MLA-മാരുടെ എണ്ണം അവർക്ക് പവറും ക്ലൗട്ടും കൂട്ടി അവർ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ ഇതെങ്ങനെയെങ്കിലും മോദിയിലൂടെ ഹിന്ദു ഐക്യത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് നുഴഞ്ഞു കയറിക്കൊണ്ട് ഞങ്ങൾ ഫാഷിസത്തെ അമ്പേ പരാജയപ്പെടുത്തിയെന്ന് പറയുമെന്നുള്ള വിചാരമാണ് ഇതിൽ പിന്നിൽ. ഇപ്പോൾ അങ്ങനെയല്ല. എന്തായാലും ഇനി അവർക്കെതിരെ നടപടി വരുമോ? ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ നല്ലത്. പക്ഷേ ഈ ചാനൽ മേധാവി തന്നെ നേരിട്ട് രംഗത്ത് വരെയില്ല. ഒരുപാട് പരാതി കിട്ടി. കാരണം ഒരുപാട് ഹിന്ദുക്കളെ അത് വേദനിപ്പിച്ചതുകൊണ്ടാണ്. പക്ഷെ ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇരയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ശരിയായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. ഒരു വിവരവും ഇല്ലാതെ എനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, തൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഹിന്ദു മതത്തിലിട്ട് ആ ചെണ്ട അവിടെ ഇരിക്കുകയല്ലേ, അതിലിട്ട് 2 കൊട്ട് കൂട്ടാം എന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കൺവിക്ഷനും അവർക്ക് തന്നെ കാണില്ല. ദൈവമെന്ന് വിളിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും ഇവരിത് പറഞ്ഞിരിക്കുക. മനസ്സിലായോ? എനിക്ക് ഒരു ആളാവണം. ഇങ്ങനെയാണ് പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റുന്ന സോഫ്റ്റ് ഒബ്ജക്റ്റുകളിൽ കയറി പ്രവർത്തിക്കുന്ന കുറേ അവതാരകരും പത്രപ്രവർത്തകരും നമുക്കുണ്ട്, ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് വളരെ ഉപരിപ്ലവമായിട്ടുള്ള, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലാത്ത ഈ സിന്ധു സൂര്യകുമാർ.
അവർ വിചാരിച്ചിരിക്കുന്നത് താനൊരു റോബിൻ റോബർട്ട്സോ ഡയാന സോയറോ അല്ലെങ്കിൽ റീന നൈനാനോ ആൻകറിയോ പോലുള്ള ലോക പ്രശസ്തയായിട്ടുള്ളൊരു ആങ്കറാണെന്നാണ്. വിഡ്ഢിത്തങ്ങളുടെ ഘോഷയാത്ര കൊണ്ട് നിറയ്ക്കുന്നതാണ് ഈ കവർ സ്റ്റോറി എന്ന് പറയുന്ന അവരവതരിപ്പിക്കുന്ന പരിപാടി തന്നെ. പിന്നെ ഈ ചാനലുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ മുഖം കാണിക്കുന്നവരെല്ലാം വലിയ ബുദ്ധിജീവികളാണെന്ന് സാമാന്യ ജനത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയിലൂടെ റേറ്റിംഗ് ഉയർത്തുന്ന വെറും കൂപമണ്ഡൂങ്ങളും അല്പജ്ഞാനികളും, ഒരു കാര്യത്തിൽ പോലും ഒരാഴത്തിലുള്ള പഠനം നടത്താത്ത വെറും മനോരമ മാതൃഭൂമി പത്രങ്ങളുടെ ഹെഡ്ലൈൻ വായിച്ചിട്ട് വാചകോണി നടത്തുന്ന വെറും അർത്ഥസാക്ഷര അവതാരകരാണ് ഏറിയ കൂറും നമുക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.